കറക്റ്റ് 6 മണിയായപ്പോൾ ഞാൻ ദാ വിളക്ക് വെക്കുന്നുണ്ട്. ഇത് മോർണിംഗ് അല്ല കേട്ടോ, സന്ധ്യ സമയമാണ്. അങ്ങനെ വിളക്കൊക്കെ വെച്ച് കുറച്ച് നേരം പ്രാർത്ഥനയൊക്കെ ആയിട്ട് അങ്ങനെ ഇരുന്നു. പ്രാർത്ഥന കഴിഞ്ഞാൽ പിന്നെ അടുത്ത റൊട്ടീൻ എന്ന് പറയുന്നത് മക്കളെ പഠിപ്പിക്കലാണ് കേട്ടോ. അങ്ങനെ കുറേ നേരം പഠിത്തമൊക്കെ കഴിഞ്ഞപ്പം ഒരാൾ പയ്യെ പഠിച്ചു കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് വന്നിരിപ്പുണ്ട്. അങ്ങനെ പഠിത്തമൊക്കെ കുറച്ച് നേരത്തേക്ക് ഒതുക്കി വെച്ചിട്ട് ഞങ്ങൾ ഊണ് കഴിക്കാനായിട്ടിരുന്നു. ബാക്കി പഠിത്തം ഊണ് കഴിഞ്ഞിട്ടാവട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഊണ് കഴിച്ചു. ഊണ് കഴിച്ച് കഴിഞ്ഞപ്പോൾ ഇത്തിരി മീൻചാറുണ്ടായിരുന്നു, അതങ്ങ് തിളപ്പിച്ച് വെച്ചു. ഇനി നാളത്തേക്കുള്ള ചോറ് നമുക്ക് തിളപ്പിച്ച് വെക്കണം കേട്ടോ. അപ്പോൾ അരി അങ്ങ് തിളപ്പിച്ച് റൈസ് കുക്കറിൽ വെച്ചാൽ രാവിലെ ആകുമ്പോൾ വെന്ത് വരിക്കും. അപ്പോൾ എണീറ്റ് വരുമ്പോൾ ഒന്ന് തിളപ്പിച്ച് വാർത്താൽ മതിയാവും കേട്ടോ. പിന്നെ നമ്മുടെ കിടന്ന പാത്രങ്ങളെല്ലാം അങ്ങോട്ട് കഴുകി വെച്ചു. എനിക്കിങ്ങനെ രാവിലെ പാത്രം കഴുകാൻ ഭയങ്കര മടിയാണ് കേട്ടോ. അപ്പോൾ ഉള്ള പാത്രങ്ങളെല്ലാം കഴുകി, തലേന്നത്തെ ഒരു പാത്രം പോലും ഞാൻ രാവിലത്തേക്ക് വെക്കാറില്ല. എല്ലാം കഴുകി നല്ല നീറ്റാക്കി നല്ല ഫ്രഷ് അടുക്കളയാക്കി വെക്കും കേട്ടോ. അങ്ങനെ കൗണ്ടർ ടോപ്പ് എല്ലാം തുടച്ചു. നമ്മുടെ ഡൈനിങ് ടേബിളും എല്ലാം ഒന്ന് ക്ലീൻ ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ അടുക്കള വശത്തെ പുറകോട്ടുള്ള വാതിലുകളെല്ലാം അങ്ങ് അടച്ചു വെച്ചു കേട്ടോ. ഇനി നമുക്ക് അരി ഒന്ന് തിളച്ച് വരുമ്പോഴേക്കും റൈസ് കുക്കറിലേക്ക് വെക്കണം. അപ്പോൾ അരി തിളയ്ക്കുന്നേ ഉള്ളൂ. അതിനിടയ്ക്ക് ഞാനും മൂത്തമ്മനും നമ്മുടെ മരുന്നൊക്കെ കഴിച്ചു. പിന്നെ ഏട്ടൻ സിറ്റൗളിൽ ഇരിക്കുന്ന ധൈര്യത്തിൽ ഞങ്ങളിതാ പുറത്തൂടെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഉലാത്തി നടക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ അലാസ്ക ഇതൊക്കെ കണ്ട് അവിടെ ഇങ്ങനെ ഇരിപ്പുണ്ടായിരുന്നു. ആ ഒരു സമയം കൊണ്ട് അരി തിളച്ച് വന്നു. വേഗം അതിനെ റൈസ് കുക്കറിലേക്ക് എടുത്ത് മാറ്റി. ഇനി വേഗം നമുക്ക് പോയി കിടന്നുറങ്ങാം.